സാറേ, SDP പ്രവർത്തകരും നേതാക്കളും പറയുന്നത് ഒരു റെയ്ഡ് കൊണ്ടൊന്നും തങ്ങളെ തകർക്കാൻ കഴിയില്ലെന്നാണ് ആ പ്രവർത്തകർ പറയുന്നത്. അതോടൊപ്പം തന്നെ നാം അത് ദൃശ്യങ്ങളിലും ഇന്നലെ കണ്ടതാണ്. ED റെയ്ഡ് നടക്കുമ്പോഴും അവിടെ തോക്കുമേന്തി സൈനികർ നിൽക്കുമ്പോഴും മുദ്രാവാക്യം വിളിച്ചായിരുന്നു SDP പ്രവർത്തകർ അവിടെ നിന്നത്. അങ്ങനെ ആ പാർട്ടിയെ തകർക്കാൻ കഴിയുമോ? എന്തായാലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഗതി തന്നെയായിരിക്കും SDP വരാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ സൂചനയാണ് കണ്ടു തുടങ്ങിയിരിക്കുന്നത്. ഈ പോപ്പുലർ ഫ്രണ്ട് ഇതിനകത്ത് നിരോധിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം വരുന്നത്, ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയായിട്ട് കണ്ടിരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താലല്ലേ. ഇതിനെ നിരോധിക്കണമെന്നുണ്ടെങ്കിൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ദേശവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവരെ നിരോധിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ്റെ അനുമതിയും വാങ്ങിക്കൊണ്ട് അതിനകത്തെ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ഇവരെ നിരോധിക്കാനായിട്ട് സാധിക്കും. കാരണം ഇവരുടെ മേൽ ഉണ്ടായിരിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇവർ ഏറ്റെടുത്തിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ അനുയായികളെല്ലാം ഇതിലോട്ടിങ്ങി ചേക്കേറിയില്ലേ. കാരണം ആ പേരിൽ പ്രവർത്തനം നടത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് വേറൊരു ഇവരുടെ ഇതെല്ലാം ഫലത്തിൽ ഒന്ന് തന്നെയാണ്. അതേ തീവ്ര സ്വഭാവം വെച്ച് പുലർത്തുന്നു. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഒരു ലേബലോടുകൂടി നിൽക്കുകയാണ്. ഇത് ഇവർക്ക് ഒരു ഇടമായിരുന്നു, ഒരു അഭയകേന്ദ്രമായിരുന്നു മറ്റുള്ളവരെയെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഇവിടെ നിന്നുകൊണ്ട് ഇവർ ഫണ്ട് മാറ്റുന്നു. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ED പറയുന്നത് തന്നെ വ്യക്തമാണ്. എന്താണോ പോപ്പുലർ ഫണ്ട് ലക്ഷ്യമിട്ടത് അത് തന്നെയാണ് SDP ആശയം. ഇന്ത്യയിൽ ജിഹാദ് നടപ്പിലാക്കുക, 2047 തന്നെ അധികാരം പിടിക്കുക. അങ്ങനെ SDP എന്താണോ പോപ്പുലർ ഫണ്ട് എന്താണോ പറഞ്ഞത് അതിന് സമാനമായ രീതിയിൽ തന്നെയാണല്ലോ SDP പറയുന്നത്. അതെ, ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ് ഇവര്. ഇപ്പോൾ നോക്കിക്കേ, ഒരേ സമയം 12 ഓഫീസുകളിലാണ് രാജ്യമൊട്ടാകെ റെയ്ഡ് നടന്നത്. അതിൽ ബീഹാർ, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, താനെ, പിന്നെ കേരളത്തിലെ തിരുവനന്തപുരത്തും മലപ്പുറത്തുമാണ്. ഇത് 2 ഇടങ്ങളിലാണ് ഈ SDP പ്രഭവ കേന്ദ്രങ്ങളും ശക്തിയാർജിച്ചു വരുന്നത്. മറ്റിടങ്ങളിലൊക്കെ ഇവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഈ 2 ഇടങ്ങൾക്കും, തിരുവനന്തപുരവും മലപ്പുറത്ത്, ഈ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ അവർ വിജയിക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ കല്ലറ സൈഡ്, പാങ്ങോട് സൈഡിലാണ് ആ ഭാഗത്ത് കോൺഗ്രസിന്റെ ഒരു സീറ്റ് ഇവർ പിടിച്ചെടുത്തത്. അങ്ങനെ ഇവിടെ വന്ന് ഓഫീസുകളിൽ റെയ്ഡ് നടത്തുമ്പോൾ SDP ഇവർ വിചാരിച്ചു പ്രതിഷേധം കാണുമ്പോൾ ഇവരങ്ങ് ED അങ്ങ് ഇട്ടെറിഞ്ഞിട്ട് പോകും, ഭയന്നു പോകുമെന്ന്. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ സകല നേതാക്കന്മാരെയും രായ്ക്ക് രാമായണം കൊണ്ടുപോയതാണ്. അതും സൈനിക വിമാനത്തിലാണ് വന്നിറങ്ങി പൊക്കിയെടുത്തുകൊണ്ട് പോയത്. നേരം വെളുക്കുന്നതിന് മുമ്പ് കൊണ്ടുപോവുകയും ചെയ്തു. എന്നിട്ട് ഈ 3-ാം പക്കം ഇവരുടെ താഴെ തട്ടിലുള്ളവരെയും വന്ന് കൊണ്ടുപോയി അതിനോടൊപ്പം തന്നെ ഇവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം തന്നെ ജപ്തി ചെയ്തു, ഫണ്ട് മരവിപ്പിച്ചു. ഇങ്ങനെ പലതരത്തിലുള്ള നടപടികൾ ഉണ്ടായപ്പോഴാണ് ഇവരെല്ലാം SDP മാറിയത്. അപ്പോൾ ഈ 12 ഓഫീസുകളിൽ റെയ്ഡ് നടത്തുമ്പോൾ തിരുവനന്തപുരത്തെയും മലപ്പുറത്ത് അല്പം കൂടെ ശക്തമാണ്. ഇവരുടെ ഒരു കേന്ദ്രമാണ്. മറ്റു പലരുടെയും പിൻബലം കൂടെ മലപ്പുറത്തുണ്ട്. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് തന്നെ വലിയ രീതിയിൽ ശക്തിയുള്ള ഉണ്ട്. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ UDF ഒരു താങ്ങും തണലോടും കൂടി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ ഈ കേന്ദ്രസേന ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ ആവശ്യമെങ്കിൽ വെടിവെക്കാനുള്ള ഉത്തരവുമായിട്ടാണ് വന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ SDP എത്രയോ മീറ്റർ അകലെ നിന്നാണ് മുദ്രാവാക്യം വിളിച്ചതെന്നുള്ളതാണ്. കാരണം അവർക്കറിയാം ഇത് വന്നിരിക്കുന്നത് ഇവിടുത്തെ പോലീസ് അല്ല, ചില്ലറക്കാരല്ല. പോപ്പുലർ ഫ്രണ്ടിനെ കൊണ്ടുപോയവരുടെ സ്വഭാവം അല്ല. അവരുടെ പേജുകളിൽ പറയുന്നത് കണ്ടില്ലേ നാം, തോക്കിന് മുന്നിൽ നിന്നാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. ഈ തോക്കിന് മുന്നിൽ നെഞ്ചു വിരിച്ചു നിൽക്കുന്നു എന്നൊക്കെ ആയിരിക്കും. പക്ഷേ ഇവരെ കാരണം ആ വെടിവെക്കാനുള്ള ഉത്തരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചോദിക്കണ്ട, ഒരു തരത്തിലുള്ള ഒരു സഹതാപ തരംഗം പോലും ഉണ്ടാകത്തില്ല. വെടിവെച്ച് ശവശരീരങ്ങൾ അവിടെ വീണ് കിടന്നാൽ പോലും
അപ്പോൾ അത്രയ്ക്ക് തീവ്രമായിട്ടുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ED ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നു വന്നത്. അപ്പോൾ യന്ത്രത്തോക്കുമായിട്ടെത്തിയ കേന്ദ്രസേനയാണ്. യന്ത്രത്തോക്കുമായിട്ടെത്തുന്ന കേന്ദ്രസേന ഇത് വെറുതെ ഉമ്മാക്കി കാണിക്കാനൊന്നുമല്ല കൊണ്ടുവരുന്നത്. ഈ തോക്ക് കണ്ട് ഭയന്ന് ഓടട്ടെ എന്നും പറഞ്ഞു കൊണ്ടുവന്ന് നിർത്തിയതല്ല. ഇവർ മുദ്രാവാക്യം വിളിയും ഒക്കെ ആയിട്ട് വന്നു. ഇവരുടെ മുദ്രാവാക്യം വിളി എന്ന് പറയുന്നത് എന്താണ്? പോപ്പുലർ ഫ്രണ്ട് വിളിച്ച മുദ്രാവാക്യം തന്നെയാണ് ഇവരും ഉള്ളിലുള്ളത്. അവരെന്താ വിളിക്കാത്തത്? അരിയും മലരും കുന്തിരിക്കവും കരുതിക്കോ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വരാത്ത എന്താ? അത് ആ മുദ്രാവാക്യം വിളി തന്നെ ഇവർക്ക് ഏറ്റവും വലിയ അപകടം ഉണ്ടാക്കി എന്നുള്ളതാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മുദ്രാവാക്യം വിളിയും ഒക്കെ ആയിട്ട് വന്നു. ഇത് മുഴുവൻ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഈ പ്രതിഷേധം മുഴുവൻ വീഡിയോ ആക്കി മാറ്റുകയും ചെയ്തു. അവരത് വീഡിയോ ആക്കി. ഇത് പിന്നെ ഇന്റലിജൻസ് ബ്യൂറോയുടെ കൈവശം ഇതിരിക്കുകയാണ്. കാരണം ഇത് വെച്ചുകൊണ്ട് ഇവർക്ക് ഇനിയും തുടർന്നുള്ള കാര്യങ്ങളിൽ ഇടപെടാം. പിന്നെ ഇതിനെതിരെ വളരെ ശക്തമായിട്ട് ഇനി നീക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരെ പിടികൂടാനായിട്ടും സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു? ഈ പിന്നെ കേന്ദ്രസേനയെ കണ്ട് അല്പനേരം തങ്ങൾ പ്രതിഷേധം അറിയിച്ചില്ല എന്ന് വേണ്ട, പൊതുജനത്തെ അറിയിക്കാൻ, SDPIക്ക് പ്രതിഷേധിക്കാൻ ആളുണ്ട് എന്നുള്ള ഒരു ശക്തിയൊക്കെ കാണിച്ചിട്ട് ഇവർ നേരെ എന്ത് ചെയ്തു? ഇവരങ്ങ് മടങ്ങുകയും ചെയ്തു. കാരണം കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ഫാസിസ്റ്റ് പിന്നെ രീതി എന്നാണ് ഇവർ മുദ്രാവാക്യം വിളിച്ചത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴയിൽ പണ്ട് അവരൊരു വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. അത് പോപ്പുലർ ഫണ്ടായിരുന്നു, അവലും മലരുമല്ല. അപ്പൊ അതിന് സമാനമായി തന്നെ കഴിഞ്ഞ മാസം കൊല്ലത്തും മലപ്പുറത്തും ഈ വഖഫ് സംരക്ഷണ റാലി നടത്തിയിരുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാർ വഖഫ് ബില്ല് അവതരിപ്പിക്കുമെന്ന രീതിയിൽ ചർച്ച ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ബില്ലുമായി വന്നത്. അതിനെ ബില്ലുമായി വന്ന് 2 ആഴ്ച കഴിയും മുൻപ് തന്നെ അതിന്റെ നേതാവിനെ തൂക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. കേന്ദ്രസേന തന്നെയല്ലേ അവരെ തൂക്കിയത്. അപ്പൊ ഇതിനെ ഒരു തുടരന്വേഷണം ഇവരുടെ മേൽ നിൽക്കുന്നുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ടിനെ എപ്പോഴകത്താക്കിയോ അന്നേരം മുതൽ തന്നെ ഇവർ ഈ SDPIയെയും നിരീക്ഷണത്തിലാണ്. കാരണം ഇത് ഇങ്ങോട്ടേക്ക് ചേക്കേറുമെന്ന് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം ഇവർ സമാന സ്വഭാവം ഉള്ളവരാണ്. ഇനിയിപ്പോൾ SDPIയെ നിരോധിക്കുന്നു എന്ന് കരുതുക. ഇവർ ഇപ്പോൾ SDPIയുടെ തന്നെ ആരെയാണ് അറസ്റ്റ് ചെയ്തത്? മലപ്പുറത്തുകാരനല്ലേ ഒരു പാലക്കാട് ഒരു ഫൈസൽ അല്ലേ, അദ്ദേഹത്തെയാണ് അറസ്റ്റ് ചെയ്തത്. ആ അറസ്റ്റിൽ നിന്നാണ് പിന്നീട് കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് നീങ്ങുന്നത്. ഇവർക്കറിയാം ഇനി അണികൾ ധാരാളമുണ്ട് ഇതിൻ്റെ പിന്നിൽ. ഈ അണികളെ SDPIയെ നിരോധിച്ചാൽ ഈ അണികൾ എങ്ങോട്ട് പോകുമെന്നും കൃത്യമായിട്ട് ഇവർക്ക് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. അല്ല, പക്ഷെ അവർ ഈ പോപ്പുലർ ഫണ്ട് നിരോധിച്ച് ഒരു 2 വർഷത്തിലധികമായി. ഇപ്പോൾ അവർ സമാധാനത്തിന്റെ പാതയിലായിരുന്നു, അങ്ങനെ സജീവമല്ലായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് അവർ വീണ്ടും ഒന്ന് കരുത്താർജിച്ചു വരുന്നത് അല്ലേ? പാലക്കാടിലായപ്പോൾ അവർ പൊതു ഇടത്ത് തന്നെ ഇറങ്ങും. ഈ സമാധാനത്തിന്റെ പാതയിൽ എന്ന് പറഞ്ഞാലേ ഇവർ അണിയറ പ്രവർത്തനത്തിലായിരുന്നു. ആ സമാധാനത്തിന്റെ രീതികളല്ലേ ഇവർ കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഇവരുടെ MEG7 പിന്നെ അതിലൊന്നും ആർക്കും ഒരു സംശയം ഉണ്ടാകത്തില്ല. പിന്നെ ഇവർ എങ്ങും ഔദ്യോഗികമായിട്ടൊരു മീറ്റിംഗ് കൂടുന്നില്ല. പിന്നെ പാർക്കിൽ, ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെയൊക്കെ വെച്ചുള്ള മറ്റ് ലഘുലേഖകൾ വിതരണമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ യാതൊരു തരത്തിലുള്ള എവിഡൻസും ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു കൂട്ടുകൂടലും ആലോചനയും തുടർ പ്രവർത്തനവുമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഇതിനിടയ്ക്ക് ഈ SDPIക്കാരുടെ ഇവിടെ റെയ്ഡ് നടത്തുമ്പോൾ തന്നെ ഇവരുടെ ഒരു പിന്നെ SDPIയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റുണ്ട്, മൂവാറ്റുപുഴ അഷ്റഫ് അലി. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഈ പോരാട്ടം ഞങ്ങൾ തുടരും എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ റെയ്ഡ് നടക്കുമ്പോൾ ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്. ഈ പോരാട്ടം ഞങ്ങൾ തുടരും, ഈ ഫാസിസത്തിന് എതിരായിട്ടുള്ളത്. ഞങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത് ഇതാണ്, മുസ്ലിം രാഷ്ട്രം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോഴും ഇവിടെ നടക്കുന്നത് എന്നുള്ളത് കൃത്യമാണ്. എന്തായാലും കേന്ദ്രസേന രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇത് കൂട്ടത്തോടെ അറസ്റ്റിലേക്ക് പോകും. ഇവർക്ക് സേനയ്ക്കെതിരെ നിൽക്കുന്നവരെ വെടിവെച്ച് വീഴ്ത്തുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.